ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സാൽവിയ വിപിൻ. അപ്പോൾ നമ്മൾ കുറേ 2 വർഷങ്ങൾക്കൊക്കെ ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്. ഇതെൻ്റെ മമ്മി ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഇവിടെ വന്നിട്ട് ഒരു റിബൺ ഉണ്ട്, ഒരു കീ ചെയിൻ ഉണ്ട്, ഒരു മണിയുണ്ട്. അത് തന്നെ ഇതുപോലത്തെ കുഞ്ഞി കുത്താൻ പറ്റുന്ന പിൻസ് ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. ഈ ബോൾസ് നമ്മൾ തന്നെ ഇട്ടതാണ്. അത് ഇവർ ഇതിൻ്റെ കൂടെ തന്നപ്പോൾ നമ്മൾ ഇട്ടതാണ്. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് തുറന്നിട്ട് ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിനുള്ളിലിടാം. അപ്പം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ വേറൊരു കളിയുണ്ട്. അതിൽ അത്യാവശ്യത്തിന് സ്റ്റോറൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ? അത് കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് വേറൊരു കള്ളി എന്ന് വെച്ചാൽ ഇതിലൊരു വലിയ കള്ളിയുണ്ട്, അതിൻ്റെ താഴെ 2 കുഞ്ഞു കള്ളികളും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. അതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു ലവിൻ്റെ കീ ചെയിൻ. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു ബോക്സ് ഉണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോകുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഈ ബോക്സിന് വന്നിട്ട് നമ്പറാണ്. ഇതിൻ്റെ നമ്പർ 21 ആണ്. അപ്പോൾ ഇങ്ങനെ 21 ആക്കിയിട്ട് എന്താ ഇങ്ങോട്ടേക്കുള്ളൊരു ബട്ടൺ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തുറക്കാൻ പറ്റും. അപ്പോൾ ഇതിലിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടൈം ടേബിൾ എഴുതാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പെൻസിൽ നമ്മൾ വെച്ചതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് കുറച്ച് സ്വിച്ച് ഉണ്ട്. ആദ്യത്തെ സ്വിച്ച് വെക്കുമ്പോൾ ഒരു ഷാർപ്നറാണ് മുങ്ങി വരുന്നത്. രണ്ടാമത്തെ വെക്കുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു കള്ളി വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മളൊരു റബ്ബർ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ 3ാമത്തെ കളി നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി വരും. 4ാമത്തെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനുള്ളിൽ ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് വെച്ചിട്ടുള്ളത്. ഇത്രയാണ് ഇപ്പോഴത്തെ കളിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് സൈഡിൽ ഇവിടെ ഇങ്ങനെ ഡേറ്റ് ഒക്കെ ഉണ്ട്. നമുക്കിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു കളിയും കൂടെ തുറന്നു വരും നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ഗുണപട്ടികയുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് ബോർഡാണ് കേട്ടോ. ഇത്രയാണ് എൻ്റെ ബോക്സിലുള്ളത്. ഇതാണ് എൻ്റെ ബോക്സ്. ഇനി നമുക്ക് പാക്കിംഗ് തുടങ്ങാം. ഫസ്റ്റ് എൻ്റെ വൈറ്റ് ടീഷർട്ടാണ്. ഇത് എക്സ്ട്രാ ഞാൻ വെക്കുന്നതാണ്. അഥവാ അതിന് ഞാൻ ചേരുന്നുണ്ടോ എന്ന് നോക്കാതെ 2-3 ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചേരുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ വെച്ചത്. ഈ ഒരു വൈറ്റ് ടീഷർട്ട്. നാളെയാണ് ട്രിപ്പ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ടീഷർട്ട് നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ഏറ്റവും ലാസ്റ്റ് കളിയിൽ വെക്കാം. ഇതുപോലെ മടക്കാം നമുക്ക്. ഇതുപോലെ ഈ വലിയ കളിയിലാണ് ഞാൻ വെക്കുന്നത് ടീഷർട്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഇടാനായിട്ട് ഒരു ഷോർട്സ് ഉണ്ട്. ഇത് നമുക്ക് മടക്കാം. ഷോർട്സാണ് ഇത്. നമുക്ക് അതിൻ്റെ തൊട്ട് താഴത്തെ ലാസ്റ്റ് കള്ളിയില്ലാത്ത ആ ഒരു ഭാഗത്ത് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഷർട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൊറിയൻ ടൈപ്പ് ഷർട്ടാണ്. കണ്ടില്ലേ? കൊറിയൻ ടൈപ്പ് ഷർട്ട്. അത് നമുക്ക് മടക്കിയിട്ട് ഇത് വയ്ക്കാവേ. ആ ടീഷർട്ടിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ട്. ക്രോപ്പ് ടോപ്പ് ഞാൻ അയൺ ചെയ്തിട്ടില്ല. അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഉണ്ടാവുമായിരിക്കും. അയണൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചുക്ക് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കുഞ്ഞ് ഷോർട്സ്, ജീൻസിൻ്റെ ഷോർട്സ് എടുക്കുന്നുണ്ട്. അതും വയ്ക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ പാരച്യൂട്ടാണ് ഇത്. അതും നമ്മൾ വയ്ക്കുന്നുണ്ട്.
അത് കഴിഞ്ഞാൽ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഇടാനായിട്ട് ഒരു ബനിയൻ എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഫോട്ടോസ് ഉണ്ട്. അല്ലേ, ഇത് ഞാൻ തിരിച്ചിട്ടതാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇതുള്ള മറ്റേ കള്ളിമേൽ ചെറിയുള്ള ഇതാണിത്. അപ്പോൾ അത് നമുക്ക് ഇതിൽ വെക്കാവേ. പിന്നെ അവിടെ നിന്ന് തന്നെ ഇടാനായിട്ട് അവിടെ നിന്ന് രാത്രി ഇടാനായിട്ട് ഒരു ഡ്രസ്സുണ്ട്, ബനിയൻ. അത് കഴിഞ്ഞ് ഒരു ഇതുണ്ട്, ഷോർട്ട്സ്. ഇത് നമുക്ക് അവിടെ നിന്ന് രാത്രി ഇടാനായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത്. ആ ബോക്സ് ഞാൻ കൊണ്ടുപോകുന്നില്ല, അത് വെറുതെ കാണിച്ചതാണ് നമുക്ക്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു കള്ളിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി മേക്കപ്പ് പ്രോഡക്ട്സ് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ലിപ് ബാം ഉണ്ട്, നോർമലാണ്, കളറില്ലാത്തതാണ്. പിന്നെ നമ്മുടെ ചാന്ത് പൊട്ടുണ്ട്, സൺസ്ക്രീൻ. ഇത് നമ്മുടെ മേക്കപ്പ് അല്ല, ഇത് ഹാൻഡ് ക്രീമാണ്. എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് ഫസ്റ്റ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കാണാതായിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ടേബിളിൻ്റെ മുകളിലുണ്ട്. ഫസ്റ്റ് ഈ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ മുകളിൽ ഷെയ്ഡൊന്നും എഴുതിയിട്ടില്ല. ഇത് ഒരു കോംബോ ആയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നത്, ബോക്സ് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ, കാണിച്ചത് ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡ്, രണ്ടാമത്തെ ഈ ഒരു ഷെയ്ഡ്. ഫസ്റ്റ് ലാസ്റ്റ് കളർ ഇത് ഞാൻ കാണിക്കുന്നില്ല, കയ്യിൽ വെറുതെ വരേണ്ടല്ലോ, ഞാൻ കാണിച്ചുതരാം. ഇത്രയാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ലിക്വിഡിൻ്റെ കളക്ഷൻ. അത് കഴിഞ്ഞാൽ നോർമൽ ലിപ്സ്റ്റിക് ഉണ്ട്. ഞാൻ ഏകദേശം ഒത്തിരി ഉപയോഗിച്ചതുകൊണ്ടാണ് കേട്ടോ തോന്നുന്നത്. ഷെയ്ഡ് ഇതാണ് ആ ഷെയ്ഡ്. അതിൽ 2 ഐലൈനർ ഉണ്ട്. ഇത് പഴയതാണ്, ഇത് പൊങ്കുപുയ ഐലൈനർ. കഴിഞ്ഞാൽ 5-in-1 ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക് ഉണ്ടായിട്ട് പോലും എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്കാകെ ഇഷ്ടം 5-in-1 ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്യാനായിട്ട് എടുത്തത് ഈ ലിപ്സ്റ്റിക്ക് 5-in-1 ആണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ലിപ് ബാം എടുത്തിട്ടുണ്ട്. എനിക്ക് ചുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവുന്നില്ല. പിന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരു കാര്യം മറന്നുപോയി, അത് ഞാൻ എടുത്തിട്ട് വരാവേ. അപ്പം ഇതാണ് ആ സംഭവം, പൊട്ട്. ഞാൻ പൊട്ട് കുത്താനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് സെപ്പറേറ്റ്. ഹാൻഡ് ക്രീമും ഞാൻ എടുത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഹാൻഡ് ക്രീം, സൺസ്ക്രീൻ, ഇത് പിന്നെ ഐലൈനർ, ലിപ് ബാം, 5-in-1 ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാവേ. അപ്പോൾ ഈ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇവിടെയായിട്ട് ഒരു കള്ളിയുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെന്തായാലും ഇതിൽ കൊള്ളത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിൽ ഇടാവുന്നതാണ്. ബൈ.